ഈ സിഗരറ്റ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ക്യാൻസർ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നിരോധിക്കുന്നില്ലല്ലോ. പക്ഷെ ഉപയോഗിക്കുന്ന കുറഞ്ഞിട്ടില്ലേ? കുറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നിയന്ത്രണം. നിങ്ങൾ നിരോധിച്ചാൽ രഹസ്യം ലോകം ഉണ്ടാകും, ക്രിമിനൽസിനെ ഉണ്ടാക്കും, വേറെ ഒരു പ്രയോജനമില്ല. അല്ലാതെ എല്ലാവരും കൂടെ ലോകം മുഴുവനും നടന്ന് ബോംബ് ചെയ്യുന്ന മനുഷ്യരാണ് ഈ മനുഷ്യരെ നന്നാക്കുന്നതെന്നും കൂടെ ഓർക്കണം. നിങ്ങൾക്ക് നാണം വേണ്ടേ അങ്ങനെയൊക്കെ ഒരു കാര്യം ആലോചിച്ച്? വ്യക്തിപരമായിട്ട് പറയുമൊന്നുമല്ല ഇതൊന്നും. ബോംബ് ചെയ്യുന്ന ആൾക്കാർ, ഇന്നസെൻ്റായ പെണ്ണുങ്ങളും ഇന്നസെൻ്റായ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ നിൽക്കുമ്പോഴാണ് ബോംബ് ചെയ്യുന്നത്. എങ്ങനെ ബോംബ് ചെയ്യുള്ളൂ? അവരവിടെ പശുവിനെ കറന്നുകൊണ്ടിരുന്നവരല്ലേ? പാടത്ത് പണി എഴുതുന്നുണ്ട് മണ്ടയിലല്ലേ ബോംബ് ചെയ്യുന്നത്? എങ്ങനെ അതൊക്കെ ചെയ്യും? ഈ ചെയ്യുന്നവന്മാരാണ് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് പറയുന്നത്. ആരോട് പറയുക? ആരോട് പറയുകയാണ് ഇതൊക്കെ? ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള കാശുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരൊറ്റ ഒരുത്തിനും വീടില്ലാതെ നടക്കത്തില്ല. ആരുടെ പ്രയോറിറ്റിയായത്? നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഇല്ലേ? ചൈനയെ യുദ്ധം ചെയ്ത് ജയിക്കുമോ? ഇന്ത്യയെ യുദ്ധം ചെയ്ത് ജയിക്കുമോ? പിന്നെ അവരെങ്ങനെ അവിടെ കഴിയുന്നേ? ഇവർ ഈ ആയുധമൊക്കെ ഉണ്ട്, പട്ടാളമൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എങ്ങനെ ജീവിക്കും? സൗഹൃദപരമായി നിൽക്കുന്നത് അത്രയും ലളിതമാണ്. സൗഹൃദപരമായി പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പകരം ആയുധം ഉണ്ടാക്കുന്ന കഴുതകളിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കഴിച്ച ആൾക്കാർ കിടക്കേണ്ടി വരുന്നത്. പക്ഷേ ശ്രീലങ്കയും നേപ്പാളിനെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ലല്ലോ. ബാക്കി എവിടെയാണുള്ളത്? ഈ ആയുധം ഉണ്ടാക്കിയവർ തമ്മിലേ യുദ്ധമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ മാലി എന്ന് പറയുന്നൊരു രാജ്യം ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് രണ്ടു കൂടെ പോയാൽ അത് പിടിക്കാം. പക്ഷെ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? ഇതൊരു കാലത്ത് നടന്നിരുന്ന സംഭവമാണ്. ഇന്ന് ഇത് ചെയ്യപ്പെടുന്നത് ആയുധം വിൽക്കുന്നവർ തമ്മിലടിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആയുധ വ്യവസായികളുടെ യുദ്ധമാണ് നടക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം ജയിച്ചില്ലെങ്കിലും നിർത്തിക്കളയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടോ? യുദ്ധം ചെയ്താൽ അത് ആ രാജ്യം പിടിക്കുകയൊക്കെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് അവർ നിർത്തിയത്? ഇന്നലെ സന്ധി സംഭാഷണം പ്രഖ്യാപിച്ച് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? യുദ്ധം തുടങ്ങിയതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് യുക്തിയില്ല. കാരണം അവന്മാരുടെ അമേരിക്കക്കാർക്ക് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇട്ട് നോക്കണമായിരുന്നു. അതിനാണ് അവരിത് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്ന രാജ്യത്ത് ആ റോഡ് നീളെ ആൾക്കാർ വീടിനകത്ത് താമസിക്കാൻ വയ്യാതെ കിടക്കുകയാണ്. ആയിരക്കണക്കിന് കോടി വിലയുള്ള ഒരു പ്ലെയിൻ, ആയിരക്കണക്കിന് കോടി വിലയുള്ള ഒരു ബോംബ് ദരിദ്രവാസികളുടെ മണ്ടയിൽ ഇടുന്നതാണ് യുദ്ധം. ഈ ഇടുന്ന ആൾക്കാർ മുഴുവനും അവിടെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മണ്ടയിലല്ലേ ഇടുന്നേ? നിങ്ങൾ ലോൺ എടുത്ത് വെച്ചുണ്ടാക്കിയ പെരകളല്ലയോ തകർത്തത്? അതിൻ്റെയൊക്കെ ലോൺ ഇനി അടയ്ക്കണ്ടേ? ആലോചിക്കും നിങ്ങൾ. ഈ ചെയ്യുന്നവന്മാരാണ് നാട്ടിലിവിടെ മയക്കുമരുന്ന് കഴിച്ച്, അവനൊക്കെ മയക്കുമരുന്ന് കഴിച്ച് ചാകട്ടെ. ഈ ബോംബിട്ട് കൊല്ലുന്നവന്മാരുടെ കീഴിൽ കഴിയുന്നതിനേക്കാളും നല്ലതല്ലേ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. ഈ യുവാക്കളെ മുഴുവനും കൊണ്ടുപോയി കുരുതി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ ഇവർ. മയക്കുമരുന്ന് കഴിക്കാതെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? പട്ടാളത്തിൽ ചേർത്ത് വെടിവെച്ച് കൊല്ലും. ഇതിനല്ലേ പറയുന്നേ? സെയിനായ ആൾക്കാർ ഈ മയക്കുമരുന്ന് കഴിക്കുന്നവരാണോ ഈ യുദ്ധമൊക്കെ ആരംഭിക്കുന്നത്? ബോധത്തോടെ ഇരുന്നാൽ കുഴപ്പമാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്?